ദേവന്മാരും മനുഷ്യന്മാരും അസുരന്മാരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ഉപദേശത്തിന് പോയി. 3 കൂട്ടരെയും വിളിച്ചിരുത്തി ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. അങ്ങ് തത്വോപദേശം ചെയ്യണം, ഞങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അങ്ങ് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു ദാ, നീട്ടുപോയി, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ദാ, ഇത്രയേ ഉള്ളൂ. എന്താ ബ്രഹ്മാവ് ഉപദേശിച്ചത് നമുക്ക് ആർക്കും അറിയില്ല, ആ ബ്രഹ്മാവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ദേവന്മാർ മനസ്സിലാക്കി നമ്മൾ വളരെ സുഖിയന്മാരാണ്, സുഖഭോഗപ്രധാനികളാണ്, ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു നിയന്ത്രണം വേണം അതിനൊക്കെ. അപ്പോൾ ദമം ചെയ്യണം എന്നാണ് ഉപദേശിച്ചതെന്ന് മനസ്സിലാക്കി. അവർ സംതൃപ്തരായിപ്പോയി. മനുഷ്യന്മാർ കൂടിയിരുന്ന് ആലോചിച്ചു എന്തായിരിക്കും ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പം നമ്മൾ വളരെ പണിയെടുത്തിട്ട് പണം സമ്പാദിക്കുന്നുണ്ട്, നല്ലപോലെ പണമുണ്ട് നമുക്ക്, അപ്പം ദാനം ചെയ്യണം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പം അസുരന്മാർ ചിന്തിച്ചു നമ്മളിപ്പോൾ പലരെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ദയ വേണമെന്നാണ് ബ്രഹ്മാവ് ഉപദേശിച്ചത്. 3 പേരും തൃപ്തരായിപ്പോയി. എന്താ ബ്രഹ്മാവ് ഉപദേശിച്ചത്? അത് ബ്രഹ്മാവിനെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ദോഷമുണ്ട്. എന്നിരിക്കെ മൗനമാണെങ്കിലോ, ഇപ്പൊ ദക്ഷിണാമൂർത്തി തത്വോപദേശം ചെയ്തത് മൗനത്തിലൂടെയാ. ഒരു വാക്കുമില്ല, ഒരു പ്രസംഗവും ചെയ്തിട്ടില്ല, ഒരു മന്ത്രം ഉപദേശിച്ചിട്ടില്ല, മൗനം. പക്ഷേ ആ മൗനം വായിക്കാൻ അറിയുന്നവരായിരുന്നു ശിഷ്യന്മാര്. മൗനത്തെ വായിക്കാൻ അറിയുന്നവരായിരുന്നു ശിഷ്യന്മാര്. അത് ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ.